ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ലക്ഷ്മി DXP. ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഞാൻ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് ഇതൊക്കെ എനിക്ക് ഇത്രയും ടേസ്റ്റി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുമോ? അത് ഭയങ്കര ഈസിയാണ് സംഭവം. ഉണ്ടാക്കുന്നത് കോക്കനട്ട് ബിസ്ക്കറ്റ് ആണ് കേട്ടോ. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര ഫേമസ് ആണ് അല്ലേ, എല്ലാ ബേക്കറിയിലും അവൈലബിൾ ആയിട്ടുള്ള നമുക്കൊരു എന്താ പറയുക, ഒരു നൊസ്റ്റാൾജിക് ഫീലൊക്കെ തരുന്ന ഒരു സംഭവമാണ്. എന്നാൽ ഇത് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കാൻ പറ്റും. ഇത് കഴിച്ചു നോക്കിയിട്ട് എൻ്റെ ഹസ്ബൻഡ് ആദ്യം പറഞ്ഞ സംഭവം ഇതൊക്കെ നീ വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ സംഭവം അടിപൊളിയാണെന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ട് നിങ്ങൾ ലൈക്ക് അടിക്കുക, എന്താ വെച്ചാൽ അതൊക്കെ പിന്നീടത്തേക്ക് മാറ്റി വെച്ചാലും കുഴപ്പമില്ല, അടിച്ചാലും കുഴപ്പമില്ല. എന്തായാലും സംഭവം ഉണ്ടാക്കി നോക്കണം. ഞാൻ അധികം കത്തിയിട്ടില്ല. ഓക്കെ, നമുക്കപ്പോൾ നമ്മുടെ കോക്കനട്ട് ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ക്വാണ്ടിറ്റി ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഏകദേശം ഒരു 40 ബിസ്ക്കറ്റോളം കിട്ടി കേട്ടോ. പക്ഷേ ബിസ്ക്കറ്റ്സൊക്കെ ഞാൻ ഭയങ്കര ചെറുതായിട്ടാണ് ഉണ്ടാക്കിയത്, കാരണം എൻ്റെ ഓവൻ അങ്ങനെ ഒരു ടൈപ്പായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടതിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഈ ക്വാണ്ടിറ്റിയിൽ നിന്ന്. സോ നമുക്ക് ഓരോരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് സ്റ്റാർ ഓഫ് ദ ഷോ കോക്കനട്ട് 2 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 കപ്പ് ഗോതമ്പ് പൊടി, നെക്സ്റ്റ് 1 കപ്പ് ഓയിൽ, 1 കപ്പ് പഞ്ചസാര, 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, 12 ഏലക്ക, 1/2 ടീസ്പൂൺ ഉപ്പ്. ആദ്യം നമുക്ക് ഈ പഞ്ചസാരയും ഏലക്കയും കൂടെ ഒന്ന് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് തൊലി കളഞ്ഞ ഏലക്കയും പഞ്ചസാരയും കൂടി ഞാൻ മിക്സിയിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല ഫൈൻ പൗഡറായിട്ട് നമ്മളിവിടെ പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഒരു വലിയ ബൗളിലേക്ക് നമ്മൾ ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാരയും ഏലക്കയും കൂടിയിട്ടുള്ള പൊടി ഉണ്ടല്ലോ, അതാദ്യം ട്രാൻസ്ഫർ ചെയ്യാം. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് അത് മിക്സ് ആവണം കേട്ടോ. നെക്സ്റ്റ് ഇതിലേക്ക് ഞാൻ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കോക്കനട്ട് ചേർത്തിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അടുത്തതായി ഇതിലേക്ക് സോൾട്ട്, അതേപോലെ തന്നെ നമ്മുടെ ബേക്കിംഗ് സോഡ, പിന്നെ നമ്മുടെ ഗോതമ്പ് പൊടി, ഇതെല്ലാം കൂടി ഈ മിക്സ്ചറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് ഈ മിക്സ്ചർ എടുത്തിട്ട് ഒന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് റൗണ്ട് ആക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻസി കറക്റ്റ് ആണ് എന്നാണ് അർത്ഥം. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിൽ നമ്മൾ ഈ മാവ് മൊത്തം റൗണ്ട് ആക്കിയിട്ട് അതിന് ചെറുതായിട്ടൊന്നിങ്ങനെ പരത്തുക. ഇങ്ങനെ ഒരു ചെറിയ അത്യാവശ്യം തിക്നെസ് ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ സാധാരണ ബിസ്ക്കറ്റ് അങ്ങനെയാണല്ലോ ഉണ്ടാവുക. ഈ മിക്സ്ചർ മുഴുവൻ ഇതുപോലെ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് പരത്തി കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കുക. ഇത്തരത്തിൽ നമ്മൾ റൗണ്ട് ചെയ്തിട്ടുള്ള ഈ മാവ് ഒരു ബേക്കിംഗ് ഷീറ്റിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഒരു എന്താ പറയുക അലുമിനിയം ഫോയിലിൽ വെച്ചിട്ട് 180 ഡിഗ്രിയിൽ ഒരു 12 to 16 മിനിറ്റ്സ്, ഒരു 12 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞ് വെച്ചാൽ നോക്കാൻ തുടങ്ങിക്കോളൂ. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണം. പിന്നെ വെക്കുമ്പോൾ അത്യാവശ്യം ഗ്യാപ്പ് വിട്ടിട്ട് വെക്കുക കേട്ടോ, കാരണം ഇത് ബേക്ക് ആവുമ്പോൾ കുറച്ച് ഈ കുക്കീസ് ഒന്ന് വലുതാവും. എൻ്റെ ഏകദേശം ഒരു 12 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ എനിക്കിത് അതുപോലെ ഗോൾഡൻ കളറിലുള്ള കുക്കീസ് കിട്ടി കേട്ടോ. ഈ കുക്കീസ് ഒന്ന് നല്ലപോലെ തണുത്തതിന് ശേഷം ഉപയോഗിക്കുക. അതേപോലെ തന്നെ ഇതൊരു എയർ ടൈറ്റ് ജാറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ more than 15 days നല്ലപോലെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ കണ്ടല്ലോ, സംഭവം ഭയങ്കര ഈസിയാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഭയങ്കര ടേസ്റ്റിയാണ്. എനിക്ക് ഫുൾ ജാറ് ഞാൻ ഹാപ്പി. തടി പറയാത്തതിൻ്റെ കാരണം ആരും ഇനി അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതൊക്കെ തന്നെയാണ് പരിപാടി. വീട്ടിലിരുന്ന് ഉണ്ടാക്കുക കഴിക്കുക. എന്തായാലും ഉറപ്പായിട്ടും ഈ സംഭവം ഉണ്ടാക്കി നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.